ഗായ്സ് അങ്ങനെ ആന വണ്ടി കയറി നമ്മൾ എന്താക്കിയിട്ടുള്ള സർക്കീറ്റ് ഗോന്റെ പരം ഇങ്ങ 900 കണ്ടിയില് പൊലിവേഷ് കുമാറാക്കാൻ വന്നിക്കണ്ട എൻ്റെ അമ്മത്തെ എജാതി പ്ലേസ് ഇടാ കിടിലം പ്ലേസ് ഇവിടെ വലിയ 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 ആൾക്കാരൊക്കെ ഉണ്ട്. ഹിപ്നോട്ടിസം ചെയ്യുന്ന അല്ല മോട്ടിവേഷൻ സ്പീക്കർ ഹിപ്നോട്ടിസം ചെയ്യുന്ന മോട്ടിവേഷൻ സ്പീക്കർ അനിയത്തി. നിങ്ങളുടെ പേരെന്തായിരുന്നു? ഹിബ. ഇവരെ പിന്നെ അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വേറെ 2 കണാപ്പന്മാരെ കിട്ടിയിട്ടുണ്ട്. കണാപ്പന്മാർ ഫുഡ് കഴിച്ചിടാ. എന്തെങ്കിലും വേറെ വർത്താനം കൂടി പറയട്ടെ. ആ പറ പച്ചു പറ. സ്നേഹം പറഞ്ഞതാണ്. എന്ത് ഉളുപ്പില്ലേ? നമ്മളെ ഭാഷയിൽ സ്നേഹമില്ല, ഉളുപ്പെന്ന് പറയാം. പിന്നെ എന്തൊക്കെയാണ് മച്ചാമാരെ വിഷയം? എന്താ ഞാന് ഇതൊക്കെ ഇട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അതായത് 900 കണ്ടി എന്ന് പറഞ്ഞ ഈ പ്ലേസ് അതിമനോഹരമായൊരു പ്ലേസാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിലേ വീഡിയോ എടുക്കണം എന്നൊക്കെ വെച്ചാണ്. ഒറ്റ മൈൻഡിൽ കോഴിക്കോട് നിന്ന് ബസ് കയറുമ്പോൾ തന്നെ വീഡിയോ എടുക്കാം. പക്ഷേ മരണ മൂത്രം തലച്ചോറുമ്മലെത്തി മൂത്രം. അങ്ങനെ കഴിയാണ്ടായതുകൊണ്ട് എന്തായി സ്കിപ്പാക്കി, വീഡിയോ എടുക്കൽ സ്കിപ്പാക്കി. എന്നിട്ട് പിന്നെ ആ താഴ്ന്ന് ജീപ്പ് കയറുമ്പോൾ എടുക്കാന്ന് വെച്ച്. ജീപ്പ് ഉണ്ടാവുമ്പത്തേ അപ്പോൾ അതിനകത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൊന്നും കാണാനില്ല. കലങ്ങിക്കലി എന്തെല്ലൊക്കെയോ ആയിന്. അടുത്തൊരു ജീപ്പ് നമ്മുടെ ടീമിൻ്റെ ജീപ്പ് തന്നെ തോന്നുന്നത് വരുന്നത്. ഇവിടെ നമ്മളൊരു ക്യാമ്പ് അടിക്കാനാണ് വന്നത്. സർക്കീറ്റ് ഗോ എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ ഒപ്പം ക്യാമ്പ് അടിക്കാനാണ് വന്നതാ. നമുക്ക് എന്താക്കിയിട്ടുണ്ട്, നമ്മൾ അതിഥി ആയതുകൊണ്ട് ചായ കിട്ടിയിട്ടുണ്ട്. ചായ നമുക്ക് ചായ പിടിക്കാം. ചായ ബിസ്മില്ലാഹിർ കട്ടൻ ചായ. വേറെ എന്തൊക്കെയാ വർത്താനം? പാച്ചു എന്തെങ്കിലും പറയൂ. പാച്ചു അല്ല കെയ്ബ് ഇറക്കുന്നു. മണ്ണിന്റെ കെയ്ബ് ഇറക്കുന്നു. ക്യാരംസിനെ കുറിച്ച് ABCD അറിയാത്ത എന്താ ഗോലിയാ പോലും കളിക്കുന്നു ഇപ്പൊ അവര്. എടാ ചായ കിട്ടിയില്ല നിങ്ങക്ക്? പിന്നെന്താ പറയാനുള്ള നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എന്താടാ സുഖം തന്നെ. വേറെന്തൊക്കെയാ വർത്താനം? ഇവരെ നോക്കിട്ട് കിടിലം പ്ലേസ് ആണ് കേട്ടോ, കിടിലം പ്ലേസ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും 900 കടിക്ക് വരണം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് യുവകവി ഫർവാനി തോട്സ് പറഞ്ഞു. 900 കടിയില്ല അതന്നെ അവിടെ തന്നെ വന്നേ മരിക്കുന്നതിന് ഒരിക്കൽ വരണം എന്ന് പറഞ്ഞിട്ട്. കൊറേ കണാപ്പന്മാരെന്താക്കുന്നുണ്ട്. ഓളല്ലേ ഞാനല്ലേ നല്ല നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന പാർലേജി ബിസ്ക്കറ്റ് ഉണ്ട് ഗായ്സ്. ചായയില് മുക്കുക, അടിക്കുക. എന്താ പറ? പൈസ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. പൈസ നമ്മളെല്ലാം ട്രിപ്പ് ആസ്വദിക്കുക. ഖുറാനിലെ ആയത്തില് അറിയില്ലേ? സീറോ ഫില്ലർ. സീറോ ഫില്ലറുണ്ട്. നിങ്ങൾ ഭൂമിയിൽ ഉടനീളം യാത്ര ചെയ്യുക. ഇവനെ ആരാ അറിയും നിങ്ങൾക്ക്? കണ്ണൂർ ജില്ലയെ കിടുകിട ഉറപ്പിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ്. ബാക്കി കൂടി പറയട്ടെ. ഏറ്റവും ഗ്രീനർക്കാൻ കഴിയില്ല. ഇത് മാത്രം പറഞ്ഞാൽ മതി, അർത്ഥം മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ഭൂമിയിൽ ഉടനീളം യാത്ര ചെയ്യുക. അള്ളാഹുവിന്റെ നാമത്തുകൾ കാണുക. അള്ളാഹു എങ്ങനെയാണ് ഈ പിന്നെ ഭൂലോകം സൃഷ്ടിച്ചത് അതെല്ലാം കാണാം വൃത്തിക്ക്. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യുക. അപ്പൊ നമ്മളെ അൻസർ പറയുന്നത് വെച്ചിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊരേ കൂടിയിട്ട് കാര്യമില്ല. ലോകം കാണാൻ ഇറങ്ങണം. ഇങ്ങനെ പഠിച്ചവന്റെ എന്താണ് പടപ്പുകൾ കാണാൻ ഇറങ്ങണം. നോക്കിതാ അഞ്ചരേ അങ്ങൊരു മല കണ്ട, ആ മലയെ നമ്മൾ നാളെ കയറാൻ പോന്നെ. അങ്ങനെ ഗൈസ് നമ്മൾ കാടുകൾ താണ്ടി അടിയിലേക്ക് പോവാണ്. ഓക്കെ, 900 കണ്ടിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക്. എന്റെ പരം 2 കണാപ്പന്മാര് കൂടിയുണ്ട്. അങ്ങ് വിദൂരയിൽ നോക്കൂ, നല്ല ടെന്റല്ലല്ലേ എന്താന്ന് എനിക്ക് പറയില്ല, മഡോസ്. അങ്ങോട്ട് വരെ എന്റെ രീതി നമ്മളെ കുമാരന്മാരിലാടി ഉണ്ടെന്ന് തോന്നുന്നു. ബാബാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങോട്ട് പോരണേ. എല്ലാ ജീവിതം അർത്ഥവത്തില്ല. എന്താ പറ
അർത്ഥമുണ്ടാവില്ല ജീവിതത്തിൽ. അള്ളാഹ് നമുക്ക് വേണ്ടിട്ട് ഒരുക്കിയിട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആ ഓ അതിന്റെ ഇടയ്ക്ക് കീച്ചി ഡയലോഗ് കീച്ചി. നമ്മ മൂന്നാളും അപ്പം ഗൈസ് നമുക്കുള്ള കൂടാരം സെറ്റ് ആയിക്കണ്ട്. നമുക്ക് എന്താക്കാം ആദ്യം നമ്മളെ ബാഗിൽ വെച്ചിട്ട് നാലാളാം. അപ്പൊ ഗൈസ് നമുക്ക് എന്താക്കാം നമ്മളെ കൂടെ ഉണ്ടായ ബാക്കി കുമാരന്മാരെ കാണാൻ പോവാ. ഇത് റൂം കളക്ഷൻ 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 തുറക്കോ അങ്ങനെ. ആള് മാറിപ്പോയി ഗൈസ്, ആള് മാറിപ്പോയി. അതല്ല കേട്ടാ നമ്മ ഉദ്ദേശിച്ച ആളതല്ല. ഇപ്പറേ നമ്മളെ അല്ല അവര് നമ്മളെ അത് നമ്മളത് മറ്റേ ടീം വേറെ ടീം ഉണ്ടായില്ല നമ്മളെ പേരോ ആ അപ്പറ അവരെ കാണാൻ പോലെ അപ്പറ പോണ്ട നമ്മള്. ആൾക്ക് ഇവരെ ഒന്നും കണ്ടുപറ്റില്ല. എല്ലാരും വന്നോ? ക്ഷമിക്കണേ നമുക്ക് എന്താക്കാം എന്നെയും തോന്നുന്നു പാളിപ്പോവില്ലാന്ന് തോന്നുന്നു. നോക്കി നോക്കാം. തട്ടലിട്ട് പുറത്തിറങ്ങിക്കോ വീഡിയോ തായ്ത ഇവരെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടാ. ചെറിയ കുഞ്ഞുങ്ങളായ എണ്ണുകളുണ്ട്. എന്താ പറയാനുള്ളത് എനിക്ക് എന്താ പറയാനുള്ളത്? ചായ വേണോ ബ്ലാക്ക് കോഫി വേണോ? ടെന്റ് സ്റ്റേ അല്ല നമ്മള് വേണമെങ്കിൽ നമുക്ക് കോപ്പി ചെയ്താൽ എന്താണ് ഈ ടെന്റ് ഇങ്ങനത്തെ സ്റ്റേ ചെയ്യണം. ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ടെന്റില് അട്ടകടി കൊണ്ടിട്ട് അതെല്ലാം സ്റ്റേ ചെയ്യണം. പാമത്തെ അടുത്തോളൂ. അടുത്ത നമുക്ക് എവിടെയാ പോകാനുള്ളേ? ഇത് കിടിലൻ എസ്തെറ്റിക് വ്യൂ ആണ്. ഇതിനെ മേലെ കയറി വെക്കാം. പുറത്തേക്ക് വാങ്ങിയും തോന്നും. നമ്മളെ ക്യാമറമാൻ തായണ്ടേ. ഇതെന്തരാ മീനെ പിടിക്കാനുള്ള വിലയാ? ഇവിടെ ചായ പിടിക്കാനുള്ള. ഇത് കപ്പിൾസിനല്ലേ വേണ്ടാ? ഇത് കപ്പിൾസിന് നമുക്കുള്ളല്ല. അപ്പൊ ഇൻഷാല്ലാ പെണ്ണ് കെട്ടിട്ട് ഇങ്ങോട്ടൊരു വേണല്ലോ. ഡ്രീം ഇത്. പിന്നെ പ്രത്യേകം എന്താ ഇവിടുത്തെ ലൈറ്റിൽ ഇങ്ങനെ എന്താ ഒരു സ്റ്റാബ് മിന്നി കളിക്കുന്ന ഒരു ബുദ്ധിയില്ലാത്ത ഒരു സ്ഥിരത ഇല്ലാത്ത പിള്ളേർപ്പേർ നോക്കിയതാ മിന്നി കളിക്കുന്ന. ഇന്നോടുത്ത പോയിന്റ് എന്റെ മുത്ത വ്യൂ നോക്കിയാ. ഗായ്സ് അങ്ങനെ നമ്മൾ എന്തായിടാ കാടും മലയും താണ്ടി മലകൾ താണ്ടി ചായ കുടിക്കാൻ വന്നിക്കാണ്. ചായ കുടിക്കാൻ ഓക്കെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഒരു ആഗ്രഹം മിറർ സെൽഫി എടുക്കണം. ഇതാ നമ്മളെ വീഡിയോഗ്രാഫർ മമ്മൂട്ടി എന്ന് പറയുന്ന ഇന്റർനാഷണൽ വീഡിയോഗ്രാഫർ. അപ്പൊ ഗൈസ് രണ്ടാമത് നമ്മൾ എന്താക്കാണ് ഇനിയും കട്ടൻ ചായ കുടിക്കണം. ആദ്യത്തെ ക്യാമ്പ് നമ്മളെ വയനാട്ടില് 900 കണ്ടിയില്ലേ? ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ അൽക്കുൽത്ത് കളികൾ കളിക്കണത്. അല്ലേ അടിപൊളി ബിസ്കറ്റ് മുത്തേ ഓ ബിസ്കറ്റ്. എന്താണ് ഞാൻ പറയുന്നത്? നമ്മളെ ബോസ് എന്താ പറയണ്ടേ? ഞാൻ ഷബീർ. വളാഞ്ചേരിനെ ഉറപ്പിക്കുന്ന ബോസ് എന്താ ക്യാരംസിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത നമ്മൾ ക്യാരംസ് കളിക്കാണ്. ഓ പാച്ചു
തെറി വിളിക്കല്ലേ തെറി വിളിക്കല്ലേ ഇനി അടിച്ചോ തടിച്ചോ ബിസ്ക്കറ്റ് ഇതാ അൻഫാസിന്റെ ഗുണമാണ് അടക്കി പിടിച്ച് അൻഫാസ് ഇതോ എടാ നമ്മുടെ ടീമല്ലേ ഇത് നമ്മളെ ചെക്കരി പഠിച്ചു കയറ്റും സംസാരിക്കല്ലേ ഇത് ക്യാരംസ് കളിച്ചു കൊടുക്കുന്ന ഒന്നിനും തൊടാണ്ട് മാഷല്ലാ ഒന്നിനും തൊടാതി അത് ബ്ലാക്ക് അല്ലേ അല്ലേ സേഫ് ഗായ്സ് നമ്മളെന്താ കണ്ട് ട്രക്കിങ്ങിന് പോകണം ട്രക്കിങ്ങിന് എക്സൈറ്റ്മെന്റ് ആണോ എക്സൈറ്റ്മെന്റ് കാണാൻ വേണ്ടി പാച്ചു നീ പറഞ്ഞാ മതി അസ്സലാമലൈക്കും മക്കളെ. ഇപ്പോ നമ്മള് ഒരു ഓണാണോ അപ്പൊ ഗൈസ് നമ്മള് ഹൈക്കിങ്ങിന് പോവാണ്. ഈ നാറ് ട്രെക്കിംഗ് ഹൈക്കിംഗ് ആണ്. ട്രക്കിംഗ് മുത്തേ നീ എടുക്കുന്നില്ലാണോ ഓക്കെ അപ്പൊ നമ്മളില്ലേ വിശേഷങ്ങൾ അറിയിക്കാം. ചിലപ്പോ ചെറിയ സിംഹോ പുലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഡോണ്ട് വറി, നമുക്കതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഗായ്സ് നമ്മൾ അഡ്വഞ്ചർ വളരെ മഹാത്മാഗാന്ധിന്റെ ബടിയും പിടിച്ച ഒരാൾക്ക് മഹാത്മാഗാന്ധിന്റെ അപ്പുറം എടുത്തുകൊണ്ട് വൈഡ് തന്നെ ബാക്ക്ഗ്രൗണ്ട്. ഇതാ നേരത്തെ പറഞ്ഞ ബാക്കി ഇനിയും പറയുന്ന മരിക്കുന്നതിന് വീട് എന്തായാലും വരണം, എല്ലാം ജീവിച്ചത് അർത്ഥം ഉണ്ടാവില്ല. ഓക്കെ, എല്ലാ സ്ഥലത്തും തന്നെ ഡയലോഗ് അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറെ എന്തെങ്കിലും പാടേ. ഇതെന്താ പറയാ സംഭവം, മഞ്ഞുമ്പിൽ പോയി ഷൂട്ട് ചെയ്ത സ്ഥലമില്ലേ, അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്താണ് സംഭവം? പാച്ചു എന്റെ പാച്ചുവിന് ഇത് എന്ത് പറ്റി? പാച്ചു ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ്. കുട്ടി തേച്ചു. പാച്ചു ഡിപ്രഷന്റെ പീക്ക് ലെവലിലാണ്. പാച്ചു വാട്ടാപ്പൻ ബ്രോ. ടോപ്പ് സിംഗർ അങ്ങനെ ഗൈസ് നമ്മളെന്തായി ബുർജ് ഖലീഫിന്റെ മേലെത്തി. എന്താ നമ്മളെ ചെക്ക് എടാ എന്തരാ അൻസാപ്പേ ഇവിടെ ചിലപ്പോ പുലിനെല്ലാം കാണുന്നതിന് പറയുന്നുണ്ട്, പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് പേടിയില്ലല്ലോ. കാരണം അല്ലേ നമ്മള് അരിയുണ്ടൊക്കെ പകരം ബോംബ് ഇന്ന് ആൾക്കാരാ, നമുക്ക് പേടിയില്ല. സത്യം പറയില്ലേ, കെയ്യും കാലും പേടിച്ചിട്ട് ഇതാ ക്യാമറ ഇങ്ങനെ പറിച്ചോണ്ടിരിക്കാം. എടാ വഴിയിലുള്ള തടസ്സം മാറ്റടാ. നോക്കിയത് നൂറില് ഒരു 50 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി ബാക്കി 50 കൂടി കയറാം നമുക്ക്. വീണിക്കണ്ട് കിടിലം വിഷ്വൽ ആയിരിക്കും അത്. ഓക്കെ, എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിരിക്കും അത്. Guys.
സംഭവം ഒരു മാസം നടന്ന് തളരൂല ഈ ശരീരം വിറക്കില്ല. എന്താടാ മറ്റേ ഡയലോഗ്? മരിച്ചിട്ടില്ല. എന്റെ ഗൈസ് ഇത് കഴിഞ്ഞിട്ടുണ്ടില്ല, ദുന്യാവ് കഴിഞ്ഞെന്നാ പറഞ്ഞത്. പിന്നെ ഇതിന്റെ അപ്പുറം നരകവും സ്വർഗവും അങ്ങനെയാണ് അങ്ങനെ പറയുന്നത്. അതായത് ഇപ്പൊ ഏകദേശം എത്താറായി നമ്മള്, ഇപ്പം ആഹ്റത്തിൽ എത്താറായി എന്നൊക്കെ. അതാണ്ട് പ്രശ്നം റൂട്ട് തെറ്റിപ്പോയി. റൂട്ട് അങ്ങനെയല്ല റൂട്ട്. ഗൈസ് ഇതിന്റെ മേലോട്ട് വിമാനം പോക്കില്ല, കാരണം ഇവിടെ കല്ലിന് തട്ടുന്നതായിട്ട്. ആകാശത്തിന്റെ അടുത്തെത്തിന്നാ പറഞ്ഞേ. പാറക്കല്ല് എല്ലാം ശകലോ ഇത്രയും കൂടി അയക്കേണ്ടത്. ഇതാ പൈലറ്റിന് കൈയിട്ട് തൊടാൻ പറ്റും, അത്രയും അടുത്തുള്ളത് പാറക്കല്ല്. ശകലം ദൂരം. അതെ. ഓ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ അൻസാഫ് ബോയ് കയറുന്നത്. നോക്കൂ അൻഫാസ് ക്ഷമിക്കണം അൻഫാസ്. കുട്ടിയാട്ടന്റെ പറയല്ലേ. ഭൂമിയുടെ ഏറ്റവും മേലെ വന്നിട്ട് ഷാപ്പിക്കാരെയും നമ്മളെ മലയാളികളെയും മാപ്പിളപ്പാട്ട് പാടുകയാണ് നമ്മളെ ബഡീസ്. നമ്മളെ വെട്ടക്കൊറ്റാണ് ചോദിച്ചോ പാട് അന്തർക്കാക്ക പൊട്ടൽ ലോട്ടറി അടിച്ച പോലെ. ഇത് പറ്റില്ലാണ്. എന്ത് ചെക്കനെ വീഴ്ത്തിക്കള്. അപ്പൊ ഗൈസ് ഇപ്പോഴത്തെ പോക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താക്കാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അങ്ങ് അടിച്ച് പോടിക്കാം. അപ്പൊ എന്താക്കാം, രാത്രിത്തെ വിശേഷങ്ങളായിട്ട് രാത്രി ഒരു വ്ളോഗ് വരാം. ഓക്കെ അപ്പൊ സറി ബൈ.